4 സെൻറ്റ് ഭൂമിയിൽ 1470 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. നല്ലൊരു യൂട്ടിലിറ്റി കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയയോട് കൂടി തന്നെയാണ് വീട് ചെയ്തുള്ളത്. ഇത് വരുന്നത് പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്താണ്. അവിടുന്ന് നമുക്ക് എടപ്പള്ളിയിലേക്കും തൃപ്പൂണിത്തുറയ്ക്കും ആലുവയ്ക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ആലുവ പെരുമ്പാവൂർ എറണാകുളം ബസ് റൂട്ടിനോട് വളരെ അടുത്താണ് ഈ വീട് വരുന്നത്. മാത്രമല്ല 5 മീറ്റർ വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഭംഗിയുള്ളൊരു ബോക്സി ഡിസൈനാണ് ഇതിന് എലവേഷനായിട്ട് വന്നുള്ളത്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. 2 പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ 2 എണ്ണം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ടൈലാണ് ഭാഗമായിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. വെൽ വാട്ടർ കണക്ഷൻ വന്നിരിക്കുന്നത് കോമൺ വെല്ലിൽ നിന്നാണ്. അപ്പോൾ 2 വാട്ടർ സോഴ്സ് നമുക്കുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന വീടാണ്. നല്ല ഭംഗിയുള്ളൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ചെയർ ഇടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. നേരെ വീടിനകത്തേക്ക് കയറാം. സിറ്റൗട്ടിന് മേലെയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മേലെ LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ അകത്തേക്ക് വരികയാണ്. ടീക്കൂടിൽ തീർത്ത 2 പീസ് ഡോറാണ്. നല്ലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വരികയാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസാണ്. നല്ല വലിപ്പമുണ്ട്. മാത്രമല്ല ഇവിടെയായിട്ട് നമുക്ക് കോർണർ സെറ്റീസ് ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലൊരു ടീപ്പോയ്ക്കുള്ള സ്പേസ് ഉണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തത്. TV യൂണിറ്റാണ് ഈ കാണുന്നത്. ഭംഗിയായിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് അകത്ത് കൂടെ ഓടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു പാറ്റേണിലുള്ള ഡിസൈൻ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു L ഷേപ്പിൽ PVC ലാമിനേഷൻ പോയിരിക്കുകയാണ് ഇങ്ങനെ. അത് നേരെ സീലിങ്ങിലേക്ക് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ TV യൂണിറ്റിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിൽ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോവുകയാണ്. ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിവിശാലമായുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ വിത്ത് ഓപ്പൺ കിച്ചനോട് കൂടിയതാണ്. ഭംഗിയായിട്ട് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റാണ് കൂടുതലും വന്നിട്ടുള്ളത്. ചെയറിന് അടിയിലായിട്ടാണ് ഇൻവെർട്ടറിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. DB യൂണിറ്റാണ് ഈ കാണുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 3 ഫേസ് ലൈനിൻ്റെ രീതിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. L&Dയുടെ ഫിറ്റിങ്സ് ആണ് കൊടുത്തുള്ളത്. സ്വിച്ചസ് വന്നിരിക്കുന്നത് GM എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്വിച്ചസ് വന്നിട്ടുണ്ട്. വയർ വന്നിരിക്കുന്നത് V-ഗാർഡിൻ്റെയാണ്. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു ഗ്രാനൈറ്റിൻ്റെ മേലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. LED മിറർ വരുന്നുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു കൗണ്ടർ വാഷ് ബേസിനും കൗണ്ടറുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നേരെ കിച്ചണിലേക്ക് വരാം. ഗ്രാനൈറ്റിലാണ് കൗണ്ടർ കൊടുത്തുള്ളത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിൻ്റെ ഹാൻഡിൽ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഒരു വുഡിൻ്റെ ഫിനിഷിങ്ങിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഫുൾ PVC ലാമിനേഷനിലാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റിയിലുമാണ് കബോർഡുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നത് നോർത്ത് സൈഡ്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് അടുക്കള വന്നുള്ളത്. നോർത്തിലേക്ക് നമുക്ക് ഫുഡും കോപ്പൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. പവർ പോയിൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നോർത്ത് സൈഡിൽ 3 പാളി വലിയൊരു ജനലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള പവർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വർക്ക് ഏരിയയിലേക്ക് പോകാം. നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയയാണ്. നല്ല സ്ലാബൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോളികാർബണേറ്റ് ഷീറ്റാണ് കൊടുക്കുന്നത്. മേലെ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡും ഡോറ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ധാരാളം സ്പേസ് നമുക്ക് ബാക്ക് വശത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ നീളം തന്നെ
13 അടി നീളവും 11 അടി വീതിയുണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. പിന്നെ ഫാൾ സീലിംഗ് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മടക്കുകളൊന്നുമില്ലാതെ ഫുൾ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തുള്ളത്. മാത്രമല്ല പ്രൊഫൈൽ ലൈറ്റ് ഓടിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. 2 സൈഡും 3 പാളി ജനലാണ് കൊടുത്തുള്ളത്. അപ്പോൾ നല്ല ടൈൽ പാറ്റേൺ ആണ്. എടുത്തു പറയേണ്ടത് ഒരേ ടൈൽ പാറ്റേൺ തന്നെയാണ് എല്ലായിടത്തും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇനി കബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ഫിനിഷ് എല്ലായിടത്തും കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെയായിട്ട് മിറർ വരുന്നുണ്ട്, അതിന് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് വാഷ് ബേസിൻ, ക്ലോസറ്റ്, ഷവർ ഏരിയ, അങ്ങനെ 3 പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. വാഷ് കൗണ്ടറിൽ ഇനിയൊരു മിററും ലൈറ്റും ഒക്കെ വരാനുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് സിറയുടെയാണ് വന്നുള്ളത്. ജാഗോൻ്റെ ഒരു ഷവർ പോക്ക്, റെയിൻ ഷവർ, 2 ടാപ്പും വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കളർ ഡിഫറൻസ് ആയിട്ട് 2 കളർ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമ്മളിതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോവുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് വന്നത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, അതും സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. അപ്പോൾ ഈസി ആയിട്ട് മേലേക്ക് നമുക്ക് കയറാം. അപ്പർ ലിവിങ് സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 10x12 അപ്പർ ലിവിങ് സൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് ഇത് ഡൈനിങ്ങിലേക്ക് വരുന്ന ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് ധാരാളം കിട്ടുന്ന രീതിയിലാണ് അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. 12 അടി നീളവും അതുപോലെ 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗം. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ. കബോർഡിൻ്റെ ഡിസൈനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്, കളർ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ വുഡിൻ്റെ ഒരു ഫിനിഷിങ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരികയാണ്. ഈ ബാത്റൂമിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസിലായിട്ട് ധാരാളം സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി നേരെ ബാത്റൂമിലേക്ക് വരാം. സെയിം ഫിറ്റിങ്സ് തന്നെയാണ്. ഇവിടെയായിട്ട് വാഷ് ബേസിൻ, സിംഗിൾ പീസ് ക്ലോസറ്റ്, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവറൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടി. പിന്നെ നമ്മൾ ഇതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 13 അടി നീളവും 11 അടി വീതിയുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. മനോഹരമായിട്ട് ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. സെയിം ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ നമ്മളിതിൻ്റെ യൂട്ടിലിറ്റിയിലേക്ക് ഒന്ന് പോവുകയാണ്. നല്ലൊരു യൂട്ടിലിറ്റി കിട്ടിയിട്ടുണ്ട്. അത് കവർ ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ മെഷ് വെച്ചോ അല്ലെങ്കിൽ ഷീറ്റിട്ടോ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പക്ഷികളൊന്നും കിടക്കാത്ത നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു യൂട്ടിലിറ്റി നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് അതുപോലെ തന്നെ പവർ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. സ്ക്വയർ ട്യൂബിലാണ് ലാഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡ് ലാഡറിന് ഹാൻഡിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ് സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് വരാം. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി. വലിയൊരു ബാൽക്കണി ഇത് നമുക്ക് അവകാശപ്പെടാനില്ലെങ്കിലും നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലൊരു സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫിൻ്റെ ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുന്ന നല്ലൊരു ബാൽക്കണിയും കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. നമ്മൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാണ്. 4 സെൻറ്റ് ഭൂമിയിൽ 1470 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. വിത്ത് ഒരു യൂട്ടിലിറ്റി, നല്ലൊരു വർക്ക് ഏരിയ ഒക്കെ കൊടുത്താണ് വീട് ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നത് പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്ത് തന്നെയാണ്. 5 മീറ്റർ വൈഡ് റോഡ് ഫ്രണ്ടേജാണ്. അപ്പം വീടിന് തന്നെ സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഏകദേശം റോഡും വീടുമായിട്ട് 5 മീറ്ററോളം സെറ്റ് ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 63 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും താമസിക്കാനാണെങ്കിലും പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.